ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്നലെ ബ്രസീലിൻ്റെ പ്രതിരോധ നിര താരം വെസ്ലി പരിക്കേറ്റ് പുറത്തായി. ലോകകപ്പിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല. ലോകകപ്പ് ടീമിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഈജിപ്തിനെതിരായ മത്സരത്തിലാണ് വെസ്ലിക്ക് പരിക്കേറ്റത്. വെസ്ലി കളിയുടെ 15ാമത്തെ മിനിറ്റിൽ തന്നെ വെസ്ലിയെ പിൻവലിച്ചിരുന്നു പരിക്കേറ്റതിനെ തുടർന്ന്. പിന്നീട് അദ്ദേഹം MRI സ്കാൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറി ആണെന്ന് കണ്ടെത്തുകയും കുറച്ചു കാലം മാറി നിൽക്കേണ്ടി വരും കളിക്കളത്തിൽ നിന്ന് എന്നുള്ളത് കൊണ്ടും വെസ്ലിക്ക് ടീമിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. വെസ്ലിയെ ഒഴിവാക്കേണ്ടി വന്നു. വെസ്ലിക്ക് പകരം എഡേഴ്സനെയാണ് ബ്രസീൽ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബ്രസീൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി എഡേഴ്സൺ എന്ന മധ്യനിര താരത്തെ, മിഡ്ഫീൽഡറെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പരിക്കേറ്റ് പുറത്തുപോയ വെസ്ലി ഡിഫൻഡറാണ്, വിങ് ബാക്കാണ്, റൈറ്റ് വിങ് ബാക്കാണ്. അപ്പോൾ റൈറ്റ് വിങ് ബാക്ക് വെസ്ലി പോയാലും വെസ്ലിക്ക് പകരം ഉള്ള താരങ്ങൾ, ഇപ്പോൾ മാർക്കിഞ്ഞോസിനെയൊക്കെ പോലെയുള്ള താരങ്ങൾ ഇപ്പോഴും ടീമിലുണ്ട്. അതുകൊണ്ട് ആ ഭാഗം കവർ ചെയ്യാൻ പറ്റും. മധ്യനിരയിലാണ് ആളുടെ ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞ്, മധ്യനിരയിലാണ് കളിക്കാരൻ്റെ ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞ് എഡേഴ്സനെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാർലോ ആഞ്ചലോട്ടി. ഈ എഡേഴ്സൺ ആരാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. എഡേഴ്സൺ ഇതിനു മുമ്പ് 3 കളികൾ മാത്രമാണ് ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. അപ്പോൾ എഡേഴ്സൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. എഡേഴ്സൺ ഇറ്റലിയിലെ അറ്റലാന്റ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഈ തവണ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ അടുത്ത സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയാണ് എഡേഴ്സൺ കളിക്കുക. ഇപ്പോൾ ഇറ്റാലിയൻ സീരി എയിലാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹം വളരെ എനർജറ്റിക്കായ, ഡൈനമിക്കായ, സാങ്കേതികമായി വളരെ തികവുള്ള, സാങ്കേതികമായ ഉയർന്ന നിലവാരമുള്ള ഒരു കളിക്കാരനാണ് എഡേഴ്സൺ. ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ബോക്സ് ടു ബോക്സ് കളിക്കുന്നതിൽ വളരെ പ്രാവീണ്യമുള്ള ഒരു കളിക്കാരനാണ്. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ബോൾ വിന്നിങ് എബിലിറ്റി, ബോള് മറ്റ് എതിർ കളിക്കാരിൽ നിന്ന് റാഞ്ചി എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, പാസ് ചെയ്യാനുള്ള, കൃത്യമായ പാസിങ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എഡേഴ്സൺ എന്താണ് എന്ന് നമ്മൾ ചിലപ്പോൾ അറിയില്ല. അപ്പോൾ ആ എഡേഴ്സനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി, എഡേഴ്സന് 3 കളി മാത്രമാണ് ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എഡേഴ്സൺ ആരാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. വെസ്ലിക്ക് പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു, എഡേഴ്സൺ വരുന്നു. എഡേഴ്സൺ അത്ര മോശം കളിക്കാരനെ അല്ല, മികച്ച മിഡ്ഫീൽഡർ തന്നെയാണ്.